ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് ഒരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോണേ. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറിന്ന് നമ്മുടെ തെക്ക് ഭാഗത്തുള്ളവരൊക്കെ ഇഞ്ചിക്കറി എന്ന് പറയും, വടക്ക് ഭാഗത്തുള്ളവരൊക്കെ പുളിയിഞ്ചി എന്ന് പറയും. രണ്ടിനും രണ്ട് വ്യത്യാസമുണ്ട്, കുറേ ചെറുതായ വ്യത്യാസങ്ങളുണ്ട്. അതായത് എന്താ പറയുക, വടക്ക് ഭാഗത്തുള്ളവർ ഇഞ്ചിയും പച്ചമുളകൊക്കെ കറിവേപ്പില എല്ലാം പുളിയിലേക്ക് തന്നെ അങ്ങ് അരിഞ്ഞിടും. പുളിയിലേക്ക് ചേർത്തിട്ടാണ് പുളി, എന്നിട്ട് പിന്നെ പുളി അരിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഇത് ഇഞ്ചി പച്ചമുളകെല്ലാം പച്ച എണ്ണയായിട്ട് ചേർത്തിട്ട് നന്നായി കുറുക്കി കുറേ നേരം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരും. ഏകദേശം 1 മണിക്കൂറോളം അങ്ങനെ പുളി കുറുകി വന്ന് പൊട്ട് തൊടാവുന്ന പാകത്തിലാവും. അതേമാതിരി ആയി കഴിയുമ്പോൾ നമ്മൾ കടുക് വറുക്കാൻ ഉലുവ, വറ്റൽമുളക്, കടുക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായി. ചിലവർ കായം ചേർക്കും. എനിക്ക് കായം ചേർക്കുന്നത് ഇഷ്ടമില്ല. പുളിഞ്ചിയിൽ കായത്തിൻ്റെ ടേസ്റ്റ് ആകുമ്പോൾ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങ് പോയിട്ട് കായത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ അതൊരു വേറെ സ്വാദാവും. ഞാൻ അതുകൊണ്ട് കായം ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെക്കരുടെ. ഞാനിപ്പോൾ തെക്കാണ് താമസിക്കുന്നത്, അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ തെക്കായല്ലോ, വടക്കാണ് എൻ്റെ വീട്, ഗുരുവായൂർ. അപ്പോൾ തെക്ക് പുളിഞ്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും പറഞ്ഞതും ഇത്രയും വെള്ളത്തിലിട്ടതും. എന്തായാലും ഓണമൊക്കെ വരാൻ പോകുമല്ലേ, അപ്പോൾ ഒരു പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഇതാ ഇഞ്ചി ഞാൻ എൻ്റെ പറമ്പിൽ നിന്നിപ്പോൾ ഇന്ന് കുറച്ച് ഇഞ്ചി അതുകൊണ്ട് കിട്ടി. ഒരുപാടൊന്നുമില്ല, കുറച്ച് പറിച്ചപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വറുത്തെടുക്കണം. പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ആദ്യം നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറാവണം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പുളി നന്നായി തിളച്ച് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഇടുക. എന്നിട്ട് വറവിടുക. ഞാൻ പറഞ്ഞ മാതിരി അത്രയേ ഉള്ളൂ പഴി കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യണേന്ന്. പുളി നമുക്ക് നന്നായിട്ട് അരിപ്പയിൽ പിഴിഞ്ഞെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പിഴിയാം. ഞാനൊരുവിധം തിളച്ച വെള്ളത്തിൽ ഞാൻ ഇത്തിരി ചൂടാറിയതിന് ശേഷമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പുളിയെല്ലാം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ മുഴുവൻ പുളി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക, നന്നായി പിഴിഞ്ഞെടുക്കുക. ഒരുപാട് വെള്ളമാക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞാൽ മതി. ഒരുപാട് വെള്ളമായാലും പറ്റണമെങ്കിൽ ഒരുപാട് നേരം വേണം ഗ്യാസിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കനലടുപ്പിൽ ഇങ്ങനെ വെച്ചാൽ മതി. അരിയൊക്കെ വാർത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. അതിപ്പോൾ ഇത്രയും നല്ല എടുക്കട്ടെ. അത് ഞാൻ ഒരു 1.5 ഉണ്ട കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ട ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണ അതേമാതിരി എടുത്ത് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് വലിയ കൽച്ചട്ടിയില്ല വയ്ക്കുക. കുറേ ഒരു 1/4 കിലോ പുളി അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ പുളി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഓണത്തിനൊക്കെ. അതൊരു കൊല്ലം വരെ ഇരിക്കുകയും ചെയ്യും. കാരണം അത് കുറുക്കി അടുപ്പിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അതങ്ങ് വെച്ചാൽ മതി. ഇപ്പം എത്ര കാലം വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും നമുക്കത് വയ്ക്കാം. കനലിലിങ്ങനെ കുറുകി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ ഇത്തിരി കുറച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി പിഴിയാനുണ്ട്. കുറച്ച് വടക്ക് ഭാഗത്തെ ഇഞ്ചി ഇട്ടു, വടക്കര വയ്ക്കണ മാതിരി. രണ്ടും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ള പുളി. ഇത് വടക്ക് ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ടാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളത് ഞാനിത് വറുക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ. ഇത് വറുത്തിട്ടും ചേർക്കും. അപ്പോൾ അത് തെക്കരുടെ പുളിയായി. രണ്ടും കൂടി മിക്സായിട്ടുള്ള പുളിയിഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എടുക്കാം കേട്ടോ. നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. ഒരു 5-6 എടുത്തിട്ടുണ്ട് ഞാൻ. കാരണം അതിന് മാത്രമുള്ള ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ മുളക് പൊടി അത്ര എടുത്ത്. ഇനി ഉപ്പ് ഇതാ കല്ലുപ്പ്. ഇത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കറികൾക്കൊക്കെ, അതാണ് നല്ലത്. പിന്നെ തോരനൊക്കെ ഞാൻ നോക്കുമ്പോൾ അത് പൊടി ഉപ്പ് എടുക്കും. ഇങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യുക, അതൊക്കെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളതൊക്കെ. അപ്പോൾ അതാ ഞാനൊന്നത് സ്പൂൺ കൊണ്ട് വേണ്ട തിളച്ചു തുടങ്ങി. നന്നായി തിളച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് നല്ല മധുരം വേണം എനിക്ക്. അതുകൊണ്ട് ഞാൻ ശർക്കര പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മധുരം നോക്കിയിട്ട്, മധുരം കുറവുള്ളവരും കുറച്ചിടുക, മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതലിടാം. ഞാനിത് ശർക്കര പൊട്ടിച്ചൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ ഒരു ഉണ്ട ശർക്കരയാണ്, ഇവിടെ ഉണ്ട ശർക്കരയാണ് കിട്ടുക. ഞങ്ങളുടെ വടക്ക് ഭാഗത്തൊക്കെ അച്ച് മരുത്ത ശർക്കര കിട്ടും.
അപ്പോൾ അതിന് കണക്കുണ്ട്. ഇതിപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചേക്കാണ്. ചക്കാട്ടാനാണെങ്കിലും എല്ലാറ്റിനും ഞാൻ ഇത് തന്നെ എടുക്കുന്നത്. അമ്മിയുടെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അമ്മിക്കുട്ടി കൊണ്ട് 4 ഇടി അങ്ങ് കൊടുക്കും. അപ്പോൾ അപ്പത്തെ കടലാസൊക്കെ കൂടി ഇതേ ഇങ്ങനെയാവും. പിന്നെ അത് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ ഉറുമ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇനി അത് പഞ്ചായത്തിൽ നിന്ന് വരുമ്പോൾ അവർക്കുള്ള വേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. ഇഞ്ചി നന്നായി മൂത്ത് കണ്ടോ, പച്ചമുളകും നന്നായി മൂത്ത്. ഇനി കടുക് വറുക്കാനേ ഉള്ളൂ. കടുക് വറുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയുണ്ട്, അതിൽ കുറച്ചാലും കുഴപ്പമില്ല. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയാണ് കടുക് വറുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇതാ തയ്യാറായി. ഞാൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ. നല്ല ചൂടാണ്, അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി അല്ലേ? ചൂടുണ്ടേ, അടിപൊളി ചൂടാണ്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ടേസ്റ്റ്. ഇതിലും കൂടുതൽ ടേസ്റ്റ് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവും. ആണോ? ഇപ്പം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇനി ഞാൻ ടേസ്റ്റ് നോക്കാം കേട്ടോ. നല്ല എരിവ്, പുളി, മധുരം എല്ലാം കറക്റ്റ്. ഇഞ്ചിയുടെ സ്മെല്ലും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം വരുന്നുണ്ട്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. ഇതിലും ടേസ്റ്റ് പറഞ്ഞ മാതിരി സ്വപ്നങ്ങളിൽ മാത്രം. പിന്നെ ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ, അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടിപ്പ് എന്താണെന്ന് മനസ്സിലാവും. നമ്മളിപ്പോൾ പുളി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചണ്ടി അല്ലെങ്കിൽ പിശട് എന്നൊക്കെ പറയും. ഇത് കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് നമുക്ക് ആന്തൂര്യത്തിന് ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ ചെടികൾക്ക് പുളി ആവശ്യമാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറേ പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ ചീത്തയാവും, കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അതെനിക്കറിയില്ല. ഇതിൻ്റെ ഞാൻ പിഴിഞ്ഞ പുളിയൊക്കെ ഞാൻ ആന്തൂര്യത്തിന് ഇട്ട് കൊടുക്കാറുണ്ട്. പെട്ടെന്ന് പൂവുണ്ടാവും, നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ചെടി ഈ ആന്തൂരിയൊക്കെ ഇഷ്ടം പോലെയുള്ള ആൾക്കാരെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമോ. ഓക്കേ.